ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? ഹാപ്പി ആയിട്ടിരിക്കുന്നോ? ഇന്ന് എല്ലാവർക്കും ചായയോടെ എന്തായിരുന്നു സ്പെഷ്യൽ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്നത് കുഴക്കട്ടയാണ് കേട്ടോ. അതായത് മോന് ഭയങ്കര ഇഷ്ടമാണ്. അവന് ഇത് കണക്ക് ഉള്ള ഓട്ടട, കുഴക്കട്ട അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അതായത് എന്നും ഞാൻ പച്ചവെള്ളത്തിൽ കുഴയ്ക്കുന്ന പൊടിയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് കുറച്ച് പൊടി ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ബാലൻസ് വച്ചേക്കും. ഇത് കണക്ക് മോന് ഒരു ദിവസം ചായയോടെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ് കുറച്ച് വെച്ചേക്കും. അതാണ് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം വെള്ളം ചൂടാക്കാം. അതിൻ്റെ ഇടയിൽ കൂടെ ചായയും കൂടി ഇടുന്നുണ്ട്. അപ്പം വെള്ളം ചൂടാക്കണം. വെള്ളം ചൂടാക്കിയിട്ട് ഇത് കണക്ക് പച്ചവെള്ളത്തിൽ കുഴയ്ക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. കുറച്ച് പച്ചവെള്ളത്തിൽ കുഴച്ച് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ആ തിളപ്പിച്ച വെള്ളത്തിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ചൊന്ന് വെന്ത് വരുമ്പോൾ അതിനകത്ത് കുറച്ച് ഞാൻ പറഞ്ഞല്ലേ കുറച്ച് പൊടി മാറ്റി വെച്ചിരുന്നുണ്ട്. ഞാൻ അരിപ്പൊടിയല്ല, ഗോതമ്പ് പൊടിയാണ് കലക്കി ഒഴിക്കുന്നത്. കാരണം അരിപ്പൊടി തികഞ്ഞില്ല, കുറച്ച് ഉണ്ടായി, അത് ബോളാക്കി അങ്ങ് ഇട്ട്. എന്നിട്ട് അതും കൂടെ ഒഴിച്ച് അപ്പോഴേ നല്ലോണം കുറുകും. അങ്ങനെ കലക്കി ഒഴിക്കുന്നത് നന്നായിട്ട് കുറുകി വരാനായിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ കുറുകി വരും. അപ്പോൾ കുറുകി വരുമ്പോഴത്തേക്ക് അതിനകത്ത് തേങ്ങാപ്പാലാണ് നല്ലത്. പക്ഷേ ഞാനിവിടെ പാലാണ് കേട്ടോ ഒഴിക്കുന്നത്, എളുപ്പത്തിന് വേണ്ടി. നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് പാലാണ് ഒഴിക്കുന്നത്. പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു കുറച്ച് ജീരകപ്പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എള്ള് വേണമെങ്കിൽ ചേർക്കാം, കിസ്മിസ് വേണമെങ്കിൽ ചേർക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ജീരകപ്പൊടി മാത്രം ചേർക്കുന്നുണ്ട്. ജീരകപ്പൊടിയും കുറച്ച് നെയ്യും, കൊച്ചുങ്ങൾക്ക് ആയതുകൊണ്ടാണ് നെയ്യ് ചേർക്കുന്നത്. ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. കുറച്ച് നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് കുറുക്കി നമ്മുടെ രീതി അനുസരിച്ചാണ് കുറുക്കിയെടുക്കണം. നമുക്ക് ലൂസായിട്ട് വേണമെങ്കിൽ, അവർക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒരുപാട് കുറുക്കുന്നില്ല. ഒരു മീഡിയം രീതിയിൽ കുറുക്കി സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേർക്കും സെർവ് ചെയ്തിട്ട് അതിനകത്ത് ശർക്കരയുടെ പൊടിയാണ് ചേർക്കുന്നത്. ശർക്കരയുടെ പൊടി കുറച്ച് ചേർത്തിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. പഞ്ചസാര വേണമെന്നുള്ളവർക്ക് പഞ്ചസാര ഇടാം. ഞാൻ ശർക്കരയുടെ പൊടിയാണ് ഉപയോഗിക്കുന്നത്. അവർക്ക് ശർക്കര ഇഷ്ടമായിട്ട് ശർക്കരയുടെ പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ പിന്നെ എന്തുണ്ട് വിശേഷം? അവർ കഴിക്കും. മോൾക്ക് ഭയങ്കര മടിയാണ് ഇതൊക്കെ കഴിക്കാൻ. പക്ഷേ മോന് ഇത് കണക്ക് ഉള്ള ട്രഡീഷണലായിട്ടുള്ള ഐറ്റംസൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവൻ നന്നായിട്ട് കഴിച്ചോളും. പിന്നെ നിങ്ങൾക്കൊക്കെ എന്താണ് സ്നാക്സ്? എല്ലാവർക്കും ചായയോടെ എന്തായിരുന്നു? കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എനിക്കിപ്പം ഇത് ചെയ്യുമ്പോൾ ഒട്ടും വയ്യ. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തും അല്ലേ. നമ്മൾ ഈ മോന് ട്യൂഷനൊക്കെ വിട്ടിട്ട് നമ്മൾ ഹോസ്പിറ്റലിലാണ് പോയത്. കാരണം എനിക്ക് ഒട്ടും വയ്യായിരുന്നു, തലവേദന, ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തും അല്ലേ. അപ്പോൾ ആരും പനിയൊന്നും വരാതെ നോക്കുക. കാരണം പനി വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും കേട്ടോ. നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കത്തില്ല, നമ്മളെ പ്ലാനിങ് മൊത്തം പോവും. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.